പല ജാതി പിളർപ്പുകളാ. നമ്മളിപ്പോ ആ പിളർപ്പിൽ ജീവിക്കാൻ, ഞാൻ ഈ കരയിലും നിങ്ങൾ ആ കരയിലുമാണ്, ഇങ്ങനെ ജീവിക്കാൻ. ഒരു വീട്ടിൽ പോലും അങ്ങനെയാണ് കേട്ടോ, ഒരു വീട്ടിൽ പോലും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ നാട്ടില് ഒരു 2 വീട്ടുകാർ തമ്മിലൊരു തർക്കം, കുഞ്ഞു തർക്കാണ്. ആ വീട്ടിലെ കൊമ്പ് ഇയാളുടെ വീട്ടിലേക്ക് വന്നിട്ട് ശല്യം ചെയ്യണം, അപ്പൊ അതൊന്ന് വെട്ടിക്കൊടുക്കാൻ പറയണം. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞൂടെ, നിങ്ങളുടെ അയൽക്കാരനല്ലേ, എന്റെ അയൽക്കാരനല്ല, എനിക്ക് പരിചയമുണ്ട് പക്ഷെ എന്റെ അയൽക്കാരനല്ല, നിങ്ങൾക്ക് പറഞ്ഞൂടെ? അപ്പൊ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, ഞാൻ 18 കൊല്ലമായിട്ട് അയാളോട് മിണ്ടിയിട്ടില്ല, കോളറൊക്കെ എങ്ങനെയാക്കിട്ടാ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഇയാൾക്ക് 2 PG ഉള്ള ആളാ, 2 PG ഉണ്ട്, വലിയ ഉദ്യോഗമുണ്ട്, നല്ല ശമ്പളമുണ്ട്. അയൽക്കാരനായ ഒരു മനുഷ്യനുമായി 18 വർഷത്തോളമായി മിണ്ടാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിരുദങ്ങൾ കൊണ്ടുപോയി തോട്ടിലെറിയോ? ഒരു കാര്യമില്ല കേട്ടോ, സിംപ്ലി വേസ്റ്റ്, ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിനാണ് 18 കൊല്ലായിട്ട് എന്തായിരുന്നു? വല്ല ഭയങ്കരമായ പ്രശ്നമാണോ? ഇതിന്റെ വേറൊരു വെർഷനാ. അപ്പൊ കൊമ്പാ വന്നത്, അന്ന് പശുക്കുട്ടി ചാടിയെന്നാ. 18 കൊല്ലം മുമ്പ് എന്റെ ഒരു പശുക്കുട്ടി അയാളുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വൈക്കോക്കുണ്ടയിലത്തെ വൈക്കോല് തിന്നു എന്ന് പറഞ്ഞുണ്ടായിട്ടുള്ള കച്ചറയെന്ന് തുടങ്ങിയ വൈരാഗ്യാണ് ഇന്ന് വരെ അത് തീർന്നിട്ടില്ല. 2 PG കുന്താണ്, ഒരു കാര്യമില്ല. അപ്പൊ എന്താ ഞാൻ ഈ പറഞ്ഞു വന്നതെന്നറിയോ? ആധുനികത നമുക്കിടയിൽ ഒരുപാട് പിളർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കൊമ്പിലാണ് നമ്മുടെ ജീവിതം. ആ പിളർപ്പുകളെ ഒഴിവാക്കാനും ഞാനും നിങ്ങളും തമ്മിലുള്ള, 2 വ്യക്തികൾ തമ്മിലുള്ള നാനാതരം വൈരുദ്ധ്യങ്ങളെ മാനവികതയുടെ തലത്തിൽ പരിഹരിക്കാനും സാധിക്കുക എന്നുള്ളതാണ് കരിക്കുലത്തിന്റെ ലക്ഷ്യം. പറഞ്ഞ മനസ്സിലായോ? ഞാനും നിങ്ങളും 2 കൊമ്പത്തിരിക്കല്ല, നമുക്ക് 2 ആൾക്കും കൂടി വരാവുന്ന ഒരു സ്പേസ് ഉണ്ടാവണം. ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ മുസ്ലിമാണ്, ഒരാൾ സ്ത്രീയാണ്, ഒരാൾ പുരുഷനാണ്, ഒരാൾ അപ്പുറത്തെയാണ്, ഒരാൾ ഇപ്പുറത്തെയാണ്. നിങ്ങൾ 2 കൊമ്പിലിരുന്ന് നിങ്ങൾ 2 കൊമ്പിലിരിക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പിളർപ്പുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പുതിയൊരു സ്പേസ്, ഒരു ഗ്രൗണ്ട് ഉണ്ടാവണം. ആ ഗ്രൗണ്ട് എന്താണ്? അത് ഹ്യൂമാനിറ്റിയുടെ ഗ്രൗണ്ടാണ്, മാനവികതയുടെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് വേറെ ആരും ഉണ്ടാക്കില്ല, നമ്മൾ സ്വയം ഉണ്ടാക്കണം. ആ ഗ്രൗണ്ട് ഉണ്ടാക്കാനാണ് വാസ്തവത്തിൽ സമൂഹം വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു എന്താ പറയാ, സാമൂഹ്യമായിട്ടുള്ള ഒരു ദർശനം എന്ന് പറയണത്. അവിടുന്ന് ചുരുങ്ങിയിട്ട് ഇന്റെ ജോലി എന്നുള്ളിടത്തേക്ക് മാത്രമായ ഈ ഗ്രൗണ്ട് പണിയില്ല, നമ്മള് ഗ്രൗണ്ട് പണിയില്ല. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നമ്മുടെ നാട്ടില് പലതരം സാമൂഹ്യമായ അസ്വാസ്ഥ്യങ്ങൾ നിലനിൽക്കുന്നത്.